നിങ്ങൾ പോകുന്നതല്ല, ഇതാണ് യഥാർത്ഥ വഴി എന്ന് പറഞ്ഞ് ഖുറാൻ കത്തിക്കാൻ പറയും, ഭഗവത്ഗീത കത്തിക്കാൻ പറയും, ബൈബിൾ കത്തിക്കാൻ പറയും. വർഷങ്ങളായിട്ട് സനാതന ധർമ്മം മാത്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പല സ്ത്രീകളും, നമ്മൾ കുലസ്ത്രീകളെന്നൊക്കെ വിളിക്കുന്ന പല സ്ത്രീകളും ഈ മോഹസന്റെ പരിപാടിക്ക് വന്നപ്പോൾ തിരുവോണ ദിവസം ബീഫ് വിളമ്പിയോ? മോഹസൻ അങ്ങനെ ഒരു ദ്വീപ് വാങ്ങിച്ച് അവിടെ മോഹസൻ, മുഹമ്മദ് സനീഫ് എന്ന മോഹസാനും സത്യദാസ് എന്ന സത്യാനന്ദയും, നിത്യാനന്ദ, സത്യാനന്ദ ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ഇത് ദൈവത്തെ നേരിട്ട് കിട്ടും, പെട്ടെന്ന് കിട്ടും. പൈസ കൊടുത്താലും പൈസ കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. വരങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. ദൈവം നേരിട്ടുണ്ട്, നമ്മൾ സംസാരിക്കും, അത്യാവശ്യം നേരത്തെ പറയും, 2 സ്മോൾ അടിക്കും, നൃത്തം ചെയ്യും. അത് ശരിക്കും അവരുടെ മാനസിക തലത്തിനും തന്നെ ഇയാൾ മാറ്റുകയാണ്. എല്ലാവരുടെയും മാനസിക തലം മാറ്റുകയാണ്. അവിടെ പോകുന്ന എല്ലാവരെയും ഭ്രാന്താക്കി കളയും. എന്നിട്ട് കൺഫ്യൂഷൻ അല്ല, അത് അവസാനം ഭ്രാന്തായി. ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂരപ്പനെ ഞാൻ കൊണ്ടുപോയി കൊടുങ്ങല്ലൂർക്ക് എന്നാണ് പറയുന്നത്. അവിടെ ഗുരുവായൂരപ്പൻ ഇല്ല എന്നാണ് പറയുന്നത്. പുള്ളി കൊണ്ടുപോയെന്നാ പറയുന്നത്. ആള് കൊണ്ടുപോയി. എനിക്ക് ഇതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കൈലാസം എന്നും വേണ്ട ഇടയ്ക്ക് അറിയാലോ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു സന്യാസി സ്വന്തമായി കൈലാസം രൂപീകരിച്ച് കൈലാസത്തിലെ നോട്ടുകൾ, കൈലാസത്തിലെ രാജ്യം തന്നെ, അത് മറ്റാരുമല്ല, നിത്യാനന്ദയാണ്. ഇതേപോലുള്ളൊരു അദ്ദേഹം ചെയ്ത് അവിടെ ഇപ്പോൾ ഒരു സിനിമാ നടിയായിട്ട് അവരൊരു രാജ്യം. ഇതാണോ മുഹസിൻ, അല്ലെങ്കിൽ ഈ മുഹസിൻ ഉദ്ദേശിക്കുന്നത്? ഇതുപോലൊരു ദ്വീപ് വാങ്ങി മോഹസൻ അങ്ങനെ ഒരു ദ്വീപ് വാങ്ങിച്ച് അവിടെ മോഹസൻ, മുഹമ്മദ് സനീഫ് എന്ന മോഹസാനും സത്യദാസ് എന്ന സത്യാനന്ദയും, നിത്യാനന്ദ, സത്യാനന്ദ ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ മറ്റേ ഇയാള് സുധീർ കബീർ ആയത് പൊളിച്ചില്ലേ, ദുഷ്ടൻ. അതിനു മുമ്പേ തകർത്ത് കളഞ്ഞു. അല്ലായിരുന്നെങ്കിൽ നമ്മള് അതറിയാമായിരുന്നു. മറ്റൊരു കൈലാസം, എനിക്കൊക്കെ സത്യാനന്ദ എന്നൊക്കെ പേരൊക്കെ അവിടെ ഇരുന്നേനെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം ഫ്രോഡുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം കള്ളനാണയങ്ങൾ മാത്രം വിശ്വസിച്ച് പോകുന്നത്? എന്തുകൊണ്ടാണ്? ഇല്ല, കള്ളനാണയങ്ങളുടെ ഒപ്പം ഉള്ളതിനേക്കാളും കൂടുതൽ നല്ല ഇടങ്ങളിലെ ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് ഒരു 4 മണിക്കൂറിനുള്ളിൽ തൊഴുതു വരാൻ നോക്കൂ, അസാധ്യമല്ലേ? അസാധ്യമാണത്. അപ്പം അത് നമ്മൾ ഇൻസ്റ്റന്റ് പത്മനാഭസ്വാമിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ തൊഴുതു വരാൻ നോക്കൂ, അത്ര എളുപ്പമല്ല. ഇത് ദൈവത്തെ നേരിട്ട് കിട്ടും, പെട്ടെന്ന് കിട്ടും. പൈസ കൊടുത്താലും പൈസ കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. വരങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. ദൈവം നേരിട്ടുണ്ട്, നമ്മൾ സംസാരിക്കും, അത്യാവശ്യം നേരത്തെ പറയും, 2 സ്മോൾ അടിക്കും, നൃത്തം ചെയ്യും, എല്ലാം എന്തൊക്കെ വേണം എല്ലാം. ഇത് വേറൊരു ഭാവസ്വാമിയാണ്. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഇതൊരു ഭാവസ്വാമിയാണ് ശരിക്കും. ഭാവസ്വാമിയുടെ ഒരു വലിയ വേർഷനാണ് ഈ മുഹമ്മദ് സനീഫ് എന്ന്. എനിക്കിത് പറഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു സാധനം തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മെഡിറ്റേഷന് പലരും വിളിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചിന്ത, എന്നെ പോലുള്ളവരുടെ ചിന്ത, നമ്മൾ വൈകുന്നേരം അടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭൗതിക ജീവിതങ്ങളും കിടപ്പുണ്ട്. പെട്ടെന്ന് ഞാൻ ആ മെഡിറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്താൻ പറയും. ഇതൊന്നും വേണ്ട, നിങ്ങൾ ഇത്തിരി സാത്വികമായിട്ട് ജീവിക്കണം. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ തീരുന്നില്ലല്ലോ. അതുകൊണ്ട് പലരും ഈ ഇവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ട്. ഇവിടെ ഓൾ ഇൻ വൺ ആണ്. ഇവിടെ സിംഗിൾ വിൻഡോ ആണ്. പഞ്ചായത്തിന്റെ ഒക്കെ താഴെ ചെന്നിട്ട് അവിടെ കൊടുത്താൽ മതി, ബാക്കി എല്ലാ സെക്ഷനിലേക്ക് അവിടെ നിന്ന് പോയിക്കൊള്ളുന്നു. നിങ്ങൾക്ക് എന്ത് കഴിക്കാം. അപ്പൊ ഇതാണോ ആൾക്കാർ കൂടുതൽ അട്രാക്ട് ചെയ്തത്? അതായത് ഈ വർഷങ്ങളായിട്ട് സനാതന ധർമ്മം മാത്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പല സ്ത്രീകളും, നമ്മൾ കുലസ്ത്രീകളെന്നൊക്കെ വിളിക്കുന്ന പല സ്ത്രീകളും ഈ മോഹസന്റെ പരിപാടിക്ക് വന്നപ്പോൾ തിരുവോണ ദിവസം ബീഫ് വിളമ്പിയോ? തിരുവോണ ദിവസം സദ്യക്കൊപ്പം ബീഫ്. അപ്പോൾ ഭയങ്കര ഒരു റെവല്യൂഷനായി. അപ്പോൾ ബീഫ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ബീഫ് കഴിച്ചു, എനിക്ക് മോക്ഷം കിട്ടി, മോചനം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ബീഫ് കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. എന്ത് കഴിക്കുന്നത് തെറ്റല്ലല്ലോ, നമുക്ക് എന്തും കഴിക്കാം, വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ദഹിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു റെവല്യൂഷൻ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് അങ്ങ് മാറി നേരെ അങ്ങോട്ടങ്ങ് പോവുകയാണ്. അതായത് ഈ ഒരു പരസ്യത്തിൽ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഇതാണ് അതിൻ്റെ വിഷയം. ഈ വിഷയമാണ് അദ്ദേഹം ഒരു മുതലെടുക്കുന്നത് അല്ലേ? അതാണ് സത്യം, അതാണ് മുതലെടുപ്പാണ്. ഇനിയിപ്പോൾ മറ്റൊരു പേരിൽ അദ്ദേഹം വീണ്ടും അവതരിക്കാനുള്ള ശ്രമം എന്തോന്ന്, നെക്സ്റ്റ് ഹെയർ അല്ലേ? ഗോൾഡൻ കളറാണ്. നേരത്തെ സിൽവർ ആയിരുന്നു, ഇപ്പോൾ ഗോൾഡൻ കളറായി.
ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ഈ ഇന്ത്യ സർക്കാർ ഇപ്പം നമ്മൾ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് കേസിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ ദേശവിരുദ്ധ പരാമർശത്തിൽ അതിൻ്റെ ഏജൻസികൾ കൃത്യമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവർക്ക് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിച്ചു വരുത്തി അവരുടെ ആസ്ഥാനത്ത് തന്നെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ കളികളൊന്നും അവിടെ നടക്കില്ല. കേരള പോലീസിൻ്റെ ഒരു താഴെക്കടയിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചെയ്യുന്ന പണിയായിരിക്കില്ല അവിടെ ചെയ്യുന്നത്. അവിടെ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ അജ്ഞാതന്റെ വെടിയേറ്റു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പക്ഷെ ഇദ്ദേഹത്തിനോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തായാലും ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഒക്കെ കാണാതിരിക്കില്ല അല്ലേ? അല്ല, ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും വലിയ ആളുടെ കൂടെ ഉണ്ടല്ലോ. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇയാളുടെ കയ്യിലാണെന്നല്ലേ ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് മറ്റേ ആളെ. തീർച്ചയായും ഞാൻ വിചാരിച്ചു ഇനി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇയാളെന്ന് DGP അടക്കം. DGP ഇദ്ദേഹമാണ്. തീർച്ചയായിട്ടും അത് അവരതോടുകൂടെ അവര് അങ്ങ് കയറിപ്പോയി. അവർ വെച്ച് കഴിഞ്ഞാൽ 10-20 പോലീസുകാർക്ക് സന്ദേശം അയക്കണം, ഈ റൂമിൽ വരൂ, കേൾക്കൂ, ഭയങ്കര മാറ്റങ്ങളുണ്ടാവും. അത് ഈ പോലീസ് ഏരിയ ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. അവരെ വെച്ചിട്ടാണെങ്കിലേ ഇപ്പോൾ അവർ യൂണിഫോമിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു അന്തസ്സിന് കളങ്കമാണ് ഉണ്ടാക്കി ഇവർ. എനിക്ക് ഞാൻ വളരെ ആരാധനയോടെ കാണുന്ന, ഞാനൊരു വിസിൽ ബ്ലോവർ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട്. അത് ഏറ്റവും DGP മുതൽ ഇങ്ങേയറ്റത്ത് സാധാരണ CPO വരെയുള്ള ഒരു വലിയ ശൃംഖല, വലിയ സൗഹൃദ വലയം എനിക്കുണ്ട്. നമ്മളെ പല രീതിയിലും പലപ്പോഴും ഒന്ന് വിളിച്ചാൽ അർദ്ധരാത്രി ആണെങ്കിൽ പോലും എന്താ സത്യേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കുടുംബമായി കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ അവരെയൊക്കെ എന്താ പറയുക, ഒരു ഇപ്പം അടുത്തിടെ ഒരു DYSP ഒരു ഗുണ്ടാ നേതാവിൻ്റെ കൂടെ പാർട്ടിയിൽ പിടിക്കപ്പെട്ടു, പാർട്ടിയിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞവർ ആ വാർത്തയെക്കാളും മോശമായിട്ട് തോന്നിയത് ഒരു പോലീസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ട് എന്നെ അവിടെ ഡ്യൂട്ടിക്ക് ഇടും, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, അമ്പലത്തിൽ എനിക്കത് മണികടി കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒരു പോലീസ് ഡ്യൂട്ടി. അത് ചിലപ്പോൾ മൃതദേഹത്തിന് കാവലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എസ്കോട്ടായിരിക്കും, അല്ലെങ്കിൽ പൈലറ്റ് പോകേണ്ടി വരും. അത് ശരിക്കും ഇവരുടെ മാനസിക തലത്തിനും തന്നെ ഇയാൾ മാറ്റുകയാണോ? എല്ലാവരുടെയും മാനസിക തലം മാറ്റുകയാണ്. അവിടെ പോകുന്ന എല്ലാവരെയും ഭ്രാന്താക്കി കളയും. എന്നിട്ട് കൺഫ്യൂഷനല്ല, അത് അവസാനം ഭ്രാന്തായി മാറും. ഒരു സ്ത്രീ വന്ന് 3 മണിക്കൂറാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 3 മണിക്കൂർ ഒരു ഇതില്ലാത്ത കാര്യം. അവസാനം അവരുടെ ഭർത്താവ് എണീച്ച് വന്ന് അവരെ തെറി വിളിച്ച് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം അന്ന് ഇങ്ങനെ അപ്സെറ്റായി. പിറ്റേ ദിവസം കാലത്ത് ഇയാൾ വന്ന് പറയണം, ഞാൻ ആ ഭർത്താവിനെ ഇവിടെ ഇരുന്നുകൊണ്ട് എണിപ്പിച്ചിട്ട് ഇവരെ കൺട്രോൾ ചെയ്യിച്ചാന്ന്. അപ്പം അങ്ങനെ പറയാനൊരു കഴിവ് വേണം. തീർച്ചയായിട്ടും അതൊരു കഴിവാണ്. അങ്ങനെ പറയാൻ കഴിവ് വേണം. ഇദ്ദേഹത്തിന് ഇത്തരം ഫണ്ടുകൾ വരുന്നത് ഇത് വിദേശ, ഇപ്പം അന്ന് ഞാൻ ചർച്ച ചെയ്തപ്പം ഇത് ജിഹാദാണ്, ഒരു തരത്തിൽ ഇതൊരു ജിഹാദാണ്. അപ്പം ശരിക്കും സ്പിരിച്വൽ ജിഹാദാണ്. അതായത് അതിലെല്ലാ മതങ്ങളും വരും അല്ലേ? ഇസ്ലാം വരുന്നുണ്ട്, ഇസ്ലാമിലെ ആൾക്കാരെയും ഇയാൾ ഞാൻ ഹറാം പറപ്പാണെന്ന് പറഞ്ഞ് സ്വർണ്ണമാല ഇട്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളോട് അതല്ല, നിങ്ങൾ പോകുന്നതല്ല, ഇതാണ് യഥാർത്ഥ വഴി എന്ന് പറഞ്ഞ് ഖുറാൻ കത്തിക്കാൻ പറയും, ഭഗവത്ഗീത കത്തിക്കാൻ പറയും, ബൈബിൾ കത്തിക്കാൻ പറയും, യേശു ക്രിസ്തുവിൻ്റെ എല്ലാ ഫോട്ടോകളും എടുത്ത് മാറ്റാൻ പറയും. ചില വചനങ്ങൾ ചില വീടുകളിൽ വലിയ രൂപ ചെലവാക്കി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നല്ല ഉള്ള സ്ഥലത്ത് ആയത്തുകൾ എന്ന് പറയും. അപ്പം അതെല്ലാം എടുത്ത് മാറ്റാൻ പറയും, കത്തിച്ച് നശിപ്പിക്കാൻ പറയും. 5 നേരം നിസ്കരിക്കരുത്, വെള്ളിയാഴ്ച പള്ളിയിൽ പോകരുത്. ഇതാണ് പുള്ളി പറയുന്നത് മുസൽമാനോട്. ഞായറാഴ്ച പള്ളിയിൽ പോകരുത്, വീട്ടിൽ വൈകിട്ടത്തെ പ്രാർത്ഥന ഉണ്ടാവരുത്. ക്രിസ്ത്യൻസിനോട്. ഹിന്ദുക്കളോട് പിന്നെ ഒരു അമ്പലത്തിലും കയറരുത്. ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂരപ്പനെ ഞാൻ കൊണ്ടുപോയി കൊടുങ്ങല്ലൂർക്ക് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഗുരുവായൂരപ്പൻ ഇല്ല എന്നാണ് പറയുന്നത്. പുള്ളി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ആള് കൊണ്ടുപോയി. അപ്പോൾ ഗുരുവായൂരപ്പനെ എടുത്തു ഗുരുവായൂരപ്പനെ എടുത്തു. അപ്പോൾ ഞാൻ മുഴുവൻ എടുത്തോ, അവിടെ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ 50% വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് അത് അവിടെ ഉണ്ട്, എത്ര സ്വർണ്ണം ഉണ്ട് അത് അവിടെ ഉണ്ട്. അപ്പോൾ 50% എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. 50% പോയിട്ടുണ്ടെങ്കിൽ, ഇയാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇയാൾ 50,000 രൂപ തിരിച്ചു വയ്ക്കുന്ന ഒരാൾക്ക് അത് കൊടുക്കാൻ കേൾക്കുന്നത്, അത് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആയിരിക്കുകയാണെന്ന് പറയേണ്ട സാഹചര്യം
എന്താണ് വരുന്നത്? അപ്പോൾ ഇയാൾ വായി തോന്നിയതൊക്കെ പറയും. അവിടെ ഇരുന്ന് കുറേ പേര് കേട്ട് അതൊക്കെ കേട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ അധികം അടിമകൾ, വിഡ്ഢികൾ, വിവരം കെട്ട ആളുകൾ. എല്ലാവർക്കും അവർക്കെതിരെ പരാതി കൊടുക്കണം. എല്ലാവരും കൊണ്ട് പരാതി കൊടുക്കുക. അത് എന്തിൻ്റെ പേരിലാണ് പരാതി കൊടുക്കുക? എന്താ സംഭവം? കാരണം ഇവർ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അലർട്ട് ഉണ്ട്. ഇയാളുടെ പേര് കമ്പ്യൂട്ടർ അടിച്ചു കഴിഞ്ഞാൽ റെഡ് കാരണം മറ്റേ ഇതന്നെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ട് ഇയാൾക്ക്.